ശോഭയാ എൻ രാജൻ ക്രൂശതിൽ ആമാര തൂണിൽ തീർത്തു സിംഹാസനം പ്രിയൻ മുൾമൂടി കിരീടം മോടിയായി ചാർത്തിയോ രാജാധിരാജൻ വാഴ രാജാധിരാജൻ വാഴ രാജാധിരാജൻ വാഴ രാജാധിരാജൻ വാഴ തൂണ് ചേർത്തറ ചോര പാതാരേ ഭൂതലം പാണിമേലാണികൾ അംശദണ്ഡൊരുക്കി ചാട്ടവരച്ചു ചേർത്ത ചായങ്ങൾ മേലാകെ പട്ട് വീരിച്ചതാ മേലങ്കി നെയ്യവേ. ഭാരതത്തിൻ്റെ ലിസ്യു എന്നറിയപ്പെടുന്ന ഭരണങ്ങാനം സെയിൻറ്റ് അൽഫോൻസ ദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മളെത്തി. കുരിശിൻ്റെ ഒന്നാം വഴി പ്രാർത്ഥന, ഒന്നാം സ്ഥല പ്രാർത്ഥന നമ്മളിവിടെ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഭരണങ്ങാനം പാലാരൂപതയുടെ ഭരണങ്ങാനം ഫൊറോന പള്ളിയും ഇവിടെ പ്രവർത്തിക്കുന്നു. ഈ ദേവാലയത്തിൽ പ്രാർത്ഥിച്ച് വിശുദ്ധ അൽഫോൻസാമയോടും ഇടവക മധ്യസ്ഥയോടും പ്രത്യേകം അനുഗ്രഹം യാചിച്ച് നമുക്ക് രണ്ടാമത്തെ സ്ഥലത്തേക്ക് യാത്രയാകാം. അരുവിത്തറ സെൻറ്റ് ജോർജ് പള്ളിയിലേക്ക് നമ്മൾ യാത്രയാകും. രാജാധിരാജൻ വാഴ രാജാധിരാജൻ വാഴ രാജാധിരാജൻ വാഴ രാജാധിരാജൻ വാഴ. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ കേരളത്തിലെ പുരാതനമായ ഒരു തീർത്ഥകേന്ദ്രം അരുവിത്തറ സെൻറ്റ് ജോർജ് പള്ളിയിലെ അങ്കണത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. വിശുദ്ധ ഗീവർഗീസിൻ്റെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണിത്. അനേകായിരങ്ങൾ നേർച്ച കാഴ്ചകളുമായി ദിനം പ്രതിയും ഇവിടെ വരുന്നുണ്ട്. തിരുനാളാഘോഷങ്ങളുടെ ഒരുക്കത്തിലാണ് ഈ ദേവാലയം. ഇപ്പോൾ പള്ളി റെനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുരിശിൻ്റെ വഴിയുടെ രണ്ടാമത്തെ സ്ഥലത്തെ പ്രാർത്ഥന നമ്മളിപ്പോൾ നടത്തി. ഇനി നമ്മൾ തലനാട് സെൻറ്റ് ജോസഫ് ദേവാലയത്തിലേക്ക് പോവുകയാണ്. മേഘമീരുണ്ട് ചേർന്ന് മുഴക്കിയേ ദൂതഗണങ്ങളോ ഘോഷമുണർത്തിയേ. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വിവാഹത്തിൻ്റെ ദേവാലയം അപൂർവമായി മാത്രം നമ്മൾ കണ്ടുമുട്ടുന്ന യൗസേപ്പ് പിതാവിൻ്റെ ഒരു പ്രതിഷ്ഠയാണ് വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ദേവാലയം. തൊടനാട് മാർ ജോസഫ് സെൻറ്റ് ജോസഫ് ദേവാലയത്തിലെത്തിയപ്പോഴാണ് ഇത് തൊഴിലാളി മധ്യസ്ഥനോ നന്മരണദായകനായ യൗസേപ്പ് പിതാവിൻ്റെയോ പള്ളിയല്ല, മറിച്ച് യൗസേപ്പ് പിതാവ് തൻ്റെ പ്രിയ പത്നി മറിയത്തെ വിവാഹം ചെയ്ത ആ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രതിഷ്ഠയുടെ ദേവാലയമാണിത്. ഈ ദേവാലയത്തിൽ അപൂർവമായി മാത്രം നമുക്ക് കിട്ടുന്ന ഈ സന്ദർശനത്തിൽ നമുക്ക് പ്രത്യേകം നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം. വിവാഹിതരാകാനിരിക്കുന്ന നമ്മുടെ മക്കളെയും വിവാഹാന്തസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവരുടെ ഉത്തരവാദിത്തങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിനുമായിട്ട് ഈ നല്ല പിതാവിൻ്റെ മാധ്യസ്ഥ്യവും അനുഗ്രഹവും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധമായിട്ട് ലഭിക്കുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത ബഹുമാനപ്പെട്ട വികാരി അച്ഛനും എട്ടുപറയിൽ അച്ഛനും കൊച്ചച്ഛനും ഇടവകാംഗങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. കുരിശിൻ്റെ മൂന്നാം വഴി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഇടവകാംഗങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ടുകൂടി നമുക്ക് പ്രാർത്ഥിച്ച് കൃതജ്ഞത അർപ്പിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭൂമി നാനുത്തു പെയ്തു താതൻ്റെ കണ്ണീരു
മുതൽ ഉള്ളം നിറഞ്ഞതാ. രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ. യൂതന്മാർ വിറച്ചു പോയ്യോ തോറ്റമ്പോടെ, ചങ്ക് തൂളച്ചതോ ഭീതി മറയ്ക്കുവാൻ. പുത്തൻ പുരാണം ചേർക്ക നാളേറെ പാടുവാൻ. മൃത്യുവാൽ മൃത്യുവേ വെന്നിയ ശീലുകൾ. രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ. വളരെ അപൂർവമായി മാത്രം നമ്മൾ പ്രവേശിക്കുന്ന ഒരു ദേവാലയമാണ് 12 അപ്പസ്തോലന്മാർക്കായി പ്രതിഷ്ഠിതമായിരിക്കുന്ന ദേവാലയം. ചമ്മലമറ്റം കത്തോലിക്ക പള്ളി ഇത്തരത്തിൽ 12 അപ്പസ്തോലന്മാരുടെയും മധ്യസ്ഥതയിൽ നാമത്തിൽ ഉള്ള ദേവാലയമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയാം. ഈ 12 അപ്പസ്തോലന്മാരുടെയും മാധ്യസ്ഥ്യം പ്രത്യേകമായിട്ട് നമുക്ക് അപേക്ഷിക്കാം. ഈ 12 അപ്പസ്തോലന്മാരുടെ മാധ്യസ്ഥം വഴിയായിട്ട് നിരവധിയായ അനുഗ്രഹങ്ങളും രോഗശാന്തികളും അത്ഭുത പ്രവൃത്തികളും നടക്കുന്നതും സാക്ഷ്യപ്പെടുത്തുന്നതും ബഹുമാനപ്പെട്ട കൊച്ചച്ചൻ പറഞ്ഞത് കേട്ട് നമ്മളിപ്പോൾ അതിശയിച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ അവസരത്തിൽ ഈ അപ്പസ്തോലന്മാരോടിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ദിവസവും ഈ സന്ദർശനവും എന്നും ഓർക്കത്തക്കതായിരിക്കട്ടെ. ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ. മലബാർ സഭയിലെ കുരിശിൻ്റെ മഹത്വത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രമെന്നറിയപ്പെടുന്ന കപ്പാട് മാർസലീവ ദേവാലയത്തിലാണ് നമ്മളിപ്പോൾ. കുരിശിൻ്റെ 5-ാം വഴിയിൽ 5-ാം സ്ഥലത്ത് സിമിയോൻ ഈശോയെ കുരിശ് ചുമക്കുവാൻ സഹായിക്കുന്ന പ്രാർത്ഥനകൾ നമ്മളിപ്പോൾ അർപ്പിച്ചു. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ കുരിശിൻ്റെ മാധ്യസ്ഥ്യവും അനുഗ്രഹവും പാപമോചനവും രക്ഷയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. ഈ നോയമ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥനാ വിഷയമാക്കുന്ന ഒന്ന് കർത്താവിൻ്റെ കുരിശ്, നമ്മുടെ കുരിശുകൾ, അത് സഹനങ്ങൾ രക്ഷാകരമാക്കി മാറ്റാൻ എപ്രകാരം സാധിക്കും എന്നത് മിശിഹായുടെ മനോഭാവത്തിൽ ചിന്തിച്ച് പാപപരിഹാരാർത്ഥം സമർപ്പിച്ച് നമുക്ക് ആത്മീയ വിശുദ്ധീകരണം തേടാൻ പ്രത്യേകമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഈശോ നിങ്ങളെ ഓരോരുത്തരെയും കുരിശിൻ്റെ ശക്തിയാൽ വീണ്ടെടുത്തു, കുരിശിൻ്റെ ശക്തിയാൽ സംരക്ഷിക്കുന്നു. അതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. വിശുദ്ധ കുരിശ് നമുക്ക് സംരക്ഷണമായിരിക്കട്ടെ. ആമേൻ. ചോര പൊടിഞ്ഞു വാനം കാൽവരി മാമലേ, ശോണിത ശോഭയാ എൻ രാജൻ ക്രൂശതിൽ. ആമാര തുണിൽ തീർത്തു സിംഹാസനം പ്രിയൻ, മുൾമൂടി കിരീടം മോടിയായി ചാർത്തിയോ. കാഞ്ഞിരപ്പള്ളി രൂപതയിൽപ്പെട്ട ആനക്കല്ല് സെയിൻറ്റ് ആൻ്റണീസ് പള്ളിയിലാണ് നമ്മളിപ്പോൾ. വിശുദ്ധ സെയിൻറ്റ് ആൻ്റണിക്ക് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ പള്ളിയോട് ചേർന്ന് പബ്ലിക് സ്കൂളുണ്ട്. 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന പ്രസിദ്ധമായൊരു സ്കൂളാണ്. 5 വൈദികർ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പള്ളിയിൽ നമ്മൾ കുരിശിൻ്റെ വഴിയുടെ 6-ാം സ്ഥലം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഇടവക സമൂഹത്തെയും ഈ സ്കൂളിനെയും ഇവരുടെ നിയോഗങ്ങളെയും പ്രത്യേകം സമർപ്പിക്കാം.
നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും ഇതോടൊപ്പം ചേർത്ത് സമർപ്പിക്കാം. ഈശോ ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ. എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിടണമേ. കാഞ്ഞിരപ്പള്ളി കത്തീഡ്രലിൻ്റെ ഭാഗമായുള്ള അക്കരപ്പള്ളി എന്നറിയപ്പെടുന്ന പുരാതനമായ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ. ഈ പള്ളി സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രമാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേക അനുഗ്രഹങ്ങളും ദണ്ഡവിമോചനവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്നിവിടെ ഈ പള്ളിയിൽ ദിവ്യബലി അർപ്പിക്കുന്നതിനും പുരാതനമായ ഈ ദേവാലയത്തിൽ ഈ ചാപ്പലിൽ ദിവ്യബലി അർപ്പിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും അവസരം ലഭിച്ചു. കുരിശിൻ്റെ വഴിയുടെ 7ാം സ്ഥലം നമ്മളിവിടെ പൂർത്തിയാക്കി. കർത്താവിനും പരിശുദ്ധ അമ്മയ്ക്കും നമുക്ക് കൃതജ്ഞതയുള്ളവരായിരിക്കാം. അമ്മ എപ്പോഴും നമ്മുടെ കാര്യങ്ങളിൽ ഉത്സുകയായിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ നമുക്കെപ്പോഴും ശ്രദ്ധയുള്ളവരാകാം. ഈശോ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രസിദ്ധമായ കാഞ്ഞിരപ്പള്ളി കത്തീഡ്രലിൻ്റെ മുമ്പിലാണ് നമ്മൾ. പ്രസിദ്ധമായ കുരിശിൻ ചുട്ടിയും മുമ്പിലും നമ്മൾ നിൽക്കുന്നു. കുരിശിൻ്റെ 8ാം സ്ഥലം നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെ പ്രാർത്ഥനാപൂർവം നമ്മൾ നടത്തുന്ന ഈ തീർത്ഥയാത്ര അങ്ങേയറ്റം ദൈവത്തിന് ഹിതകരവും നമ്മുടെ ആത്മാവിന് അനുഗ്രഹപ്രദവുമായി തീരട്ടെ. പൂർവികർ പണികഴിപ്പിച്ച ഈ ദേവാലയത്തിൻ്റെ വിശുദ്ധ ബലി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ആമേൻ. മേഘമീരുണ്ട് ചേർന്ന് ബലി മുഴക്കിയേ, ദൂതഗണങ്ങളോ ഘോഷമുണർത്തിയേ. കോട്ടപ്പടി ഇടവകപ്പള്ളിയിൽ നിന്നും 14 പള്ളികൾ ഈ നോയമ്പ് കാലത്ത് സന്ദർശിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഏതാണ്ട് 8 ബസ്സുകളിലായിട്ട് 400ഓളം വിശ്വാസികൾ ഇന്ന് പ്രഭാതം മുതൽ വിവിധ ദേവാലയങ്ങൾ സന്ദർശിച്ചു വരികയാണ്. കുരിശിൻ്റെ വഴിയുടെ 9ാം സ്ഥലത്ത് നമ്മൾ പ്രാർത്ഥിക്കുവാനായി എത്തിയിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പൊൻകുന്നത്തുള്ള തിരുക്കുടുംബ ദേവാലയത്തിലാണ്. ആദ്യമായി നമ്മളൊരു തിരുക്കുടുംബ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിക്കുകയാണ്. കുരിശിൻ്റെ വഴിയുടെ 9ാം സ്ഥലം നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ രക്ഷാകര വൃത്തിയിൽ ദൈവത്തിൻ്റെ പദ്ധതികളോട് ആത്മാർത്ഥമായി സഹകരിച്ച പരിശുദ്ധ കന്യകാമറിയത്തെയും വിശുദ്ധ ഔസേപ്പിതാവിനെയും പ്രത്യേകമായി അനുസ്മരിക്കുകയും
ഈ രക്ഷണീയ യാത്രയിൽ അവരെയും കൂടെ ചേർത്തുകൊണ്ട് നമ്മുടെ ജീവിത വിശുദ്ധിയും ജീവിത നവീകരണവും സാധ്യമാകാൻ ദൈവത്തിൻ്റെ പദ്ധതികളോട് സഹകരിച്ച് ജീവിച്ചുകൊണ്ട് ആത്മാർത്ഥമായി സഞ്ചരിക്കാൻ പ്രത്യേകം പരിശ്രമിക്കാം. ഈ ക്രൂശിതനായ മിശിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചോര പൊടിഞ്ഞു വാനം കാൽവരി മാമലേ ശോണിത ശോഭയാ എൻ രാജൻ ക്രൂശതിൽ ആമാര തുണിൽ തീർത്തു സിംഹാസനം പ്രിയൻ മുൾമൂടി കിരീടം മോടിയായി ചാർത്തിയോ രാജാധിരാജൻ വാഴ രാജാധിരാജൻ വാഴ രാജാധിരാജൻ വാഴ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ പ്രസിദ്ധമായ ഇളങ്കുളം പള്ളിയിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കുരിശിൻ്റെ വഴിയുടെ 10ാം സ്ഥലത്ത് നമ്മൾ എത്തി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ജീവിത വിശുദ്ധിയോട് പരമാർത്ഥതയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള നല്ല ജീവിതത്തിന് ഉടമകളാകാൻ ആത്മാർത്ഥതയും സത്യസന്ധതയും നഷ്ടപ്പെടുത്താതെ കർത്താവിന് പ്രീതികരമായ നിഷ്കളങ്ക ഹൃദയങ്ങളുടെ ജീവിതങ്ങളുടെ ഉടമകളാകാൻ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുള്ള ജീവിതം നയിക്കുന്നവരാകാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കാം. വിശുദ്ധിയുടെ നിറകുടമായ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. രാജാധിരാജൻ വാഴ. പാലാരൂപതയിലെ പ്രസിദ്ധമായ പൈക സെൻറ്റ് ജോസഫ് ദേവാലയത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കുരിശിൻ്റെ വഴിയുടെ 11ാം സ്ഥലം നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദേവാലയത്തിൻ്റെ പരിസരത്താണെങ്കിൽ തന്നെയും ദൈവസാന്നിധ്യവും ദൈവാനുഭവം ദർശിക്കുവാൻ ഏത് ഭക്തനും സാധിക്കും എന്ന ഉറച്ച ബോധ്യത്തോടെ ഇതും പരിശുദ്ധമായ പ്രദേശമാണ് ദേവാലയം നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവോടെ ആ ദേവാലയത്തിനുള്ളിൽ കുടികൊള്ളുന്ന ദിവ്യസക്രാരിയുമായിരുന്ന യേശുവിനെ ഓർത്തുകൊണ്ടും യേശുപിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥതയിലുള്ള സമൂഹത്തെ പ്രത്യേകം സമർപ്പിച്ചും നമുക്ക് കുരിശിൻ്റെ വഴിയുടെ 11ാം സ്ഥലം നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. തൂണ് ചേർത്തറ ചോര പാതാരേ ഭൂതലം പാണിമേലാണികൾ അംശദണ്ഡൊരുക്കി ചാട്ടവരച്ചു ചേർത്ത ചായങ്ങൾ മേലാകെ. പാലായിലെ പൂവരണി പള്ളിയിൽ നമ്മൾ പ്രാർത്ഥിച്ചു. കുരിശിൻ്റെ വഴി 12ാം സ്ഥലം നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുന്നതോടൊപ്പം അവിടുത്തെ ഹൃദയം കുത്തിത്തുറക്കപ്പെടുകയും അവിടെ നിന്ന് വെള്ളവും രക്തവും ഒഴുകുകയും അത് അവിടുത്തെ കരുണയുടെ സ്നേഹത്തിൻ്റെയും രക്ഷാകരമായ ഒരു പ്രവാഹമായിരുന്നു. ഇന്നും അവിടുന്ന് ഈ പ്രവാഹം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവകരുണയെക്കുറിച്ച് ഓർക്കാനും നിലയ്ക്കാത്ത ദൈവകരുണയുടെ പ്രവാഹം ഇന്നും ആത്മാക്കളുടെ രക്ഷയ്ക്കെത്തുന്നുവെന്നതിലും പ്രത്യാശ വയ്ക്കാനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ ഞാനങ്ങൾ ശരണപ്പെടുന്നു എന്ന് നമുക്ക് നിരന്തരമായി പ്രാർത്ഥിക്കാൻ ഈ നോയമ്പ് കാലത്ത് സാധിക്കട്ടെ. ആമേൻ. പട്ട് വീരിച്ചതാ മേലങ്കി നെയ്യവേ രാജാധിരാജൻ വാഴ രാജാധിരാജൻ വാഴ രാജാധിരാജൻ വാഴ രാജാധിരാജൻ വാഴ. രാമപുരം വിശുദ്ധ അഗസ്തീനോസിൻ്റെ നാമത്തിലുള്ള പ്രസിദ്ധമായ ദേവാലയത്തിന് ഒരു മുഖവരിയോ ആമുഖമോ ആവശ്യമില്ല. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ പോകുന്ന തേവർപ്പറമ്പിൽ കുഞ്ഞച്ചൻ്റെ ജന്മഗൃഹപ്പള്ളിയും ഇടവകപ്പള്ളിയും അതോടൊപ്പം തന്നെ കമനീയമായ രീതിയിൽ
പണിതീർത്തിരിക്കുന്ന പുതിയ ദേവാലയവും ഏവരെയും ആകർഷിക്കുന്നതാണ്. ഏതൊരു തീർത്ഥാടകനും ഈ വശത്തു കൂടെ പോകുന്നുണ്ടെങ്കിൽ ഈ പള്ളി സന്ദർശിച്ച് പ്രാർത്ഥിക്കാതെ പോകാറില്ല. രാമപുരം പള്ളിയിൽ കുരിശിൻ്റെ വഴിയുടെ 13-ാം സ്ഥലം പ്രാർത്ഥിക്കുമ്പോൾ വ്യാകുലമാതാവിനോട് ചേർത്ത് നമ്മുടെ പ്രാർത്ഥനകളും ജീവിതവും സമർപ്പിക്കാം. ഈശോയ്ക്ക് പ്രീതികരമായ വിശുദ്ധ ബലിയായി, സജീവ ബലിയായി നമ്മളെ തന്നെ അർപ്പിക്കാൻ നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെയും നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെയും അനുഗ്രഹം നമ്മൾക്കുണ്ടാകട്ടെ. തേവർപ്പറമ്പിൽ കുഞ്ഞച്ചൻ്റെ മാധ്യസ്ഥ്യവും വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിത മാതൃകകളും നമ്മളെ പ്രവൃത്തരാകട്ടെ. ആമേൻ. മേഘമീരുണ്ട് ചേർന്ന് ബലി മുഴക്കിയേ, ദൂതഗണങ്ങളോ ഘോഷമുണർത്തിയേ, ഭൂമി നാനുത്തു പെയ്തു താതൻ്റെ കണ്ണീരു, ഉള്ളു പീടഞ്ഞതൽ ഉള്ളം നിറഞ്ഞതാ, രാജാധിരാജൻ വാഴ. പാലാരൂപതയിലെ പ്രസിദ്ധമായ വിശുദ്ധ അഗസ്തീനോസിൻ്റെ നാമത്തിലുള്ള ദേവാലയമാണ്. ബ്രഹ്മാണ്ഡമായ ദേവാലയത്തിലാണ് നമ്മളിപ്പോൾ. ഈ ദേവാലയം വാഴ്ത്തപ്പെട്ടവനായ കുഞ്ഞച്ചൻ്റെ ഇടവക ദേവാലയം എന്ന പേരിലും പ്രസിദ്ധമാണ്. കുരിശിൻ്റെ 14-ാം വഴി നമ്മളിവിടെ പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ യാത്രയുടെ 14 പള്ളികൾ സന്ദർശിച്ചുള്ള 13 പള്ളികൾ സന്ദർശിച്ച് കർത്താവിൻ്റെ തിരുസ്ഥലങ്ങൾ ധ്യാന വിഷയമാക്കുവാൻ നമുക്ക് സാധിച്ചു. ദൈവം നൽകിയ ദിവസത്തെ പ്രതി അവിടത്തേക്ക് നന്ദി പറയുന്നതോടൊപ്പം ഇന്നത്തെ ദിവസം മുഴുവൻ പുണ്യമാർഗത്തിൽ വിശ്വാസത്തിൻ്റെ നല്ല വഴികളിലൂടെ സഞ്ചരിക്കുവാൻ, ഈശോയുടെ പീഡാസഹനങ്ങൾ ധ്യാനിക്കുവാൻ നമുക്ക് സാധിച്ചു. കർത്താവ് ക്രൂശിതനായ മിശിഹ നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ. കോട്ടപ്പടി സെയിൻറ്റ് ലാസർ ഇടവകയിൽ നിന്നും 14 പള്ളികളുടെ സന്ദർശനത്തിനായിട്ട് 400 പേരടങ്ങിയ 8 ബസ്സുകളുടെ യാത്രയായിരുന്നു. ശ്രമകരമായ ഒരു യാത്രയുടെ പരിസമാപനത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. 14-ാമത്തെ പള്ളിയായിട്ട് മീൻകുന്നം സെൻറ്റ് ജോസഫ്സ് പള്ളിയും അതിനു മുമ്പിലുള്ള പിയത്തയും അത് സന്ദർശിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ഈ ആധ്യാത്മിക ജേർണി അവസാനിപ്പിക്കുകയാണ്. വളരെയധികം ആത്മീയ അനുഗ്രഹങ്ങളും ഒത്തിരിയേറെ അറിവും ഒത്തിരിയേറെ ഉൾക്കാഴ്ചയും നൽകിയ ഈ ട്രിപ്പിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. സന്തോഷത്തോടെ നമുക്ക് തിരിച്ച് ഉല്ലസിച്ച് നമ്മുടെ ഇടവകയിലേക്ക് എത്താം. ഈ നല്ല അനുഗ്രഹവും അനുഭവവും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഒത്തിരിയേറെ പേര് ഇതിന് സഹായിച്ചിട്ടുണ്ട്. അവരെല്ലാം ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആർക്കും ആരോഗ്യ പ്രശ്നമോ അങ്ങനെയൊന്നും ഉണ്ടായില്ല അധികം. ഈ ചൂടുള്ള ഈ കാലഘട്ടത്തിലും പ്രായമുള്ള ജനങ്ങളും രോഗമുള്ളവരും ഒക്കെ ഉണ്ടായിട്ടും നമ്മൾ ഈ പള്ളികളൊക്കെ തീർക്കാൻ പറ്റി. 9:15 നമ്മളിത് തീർത്തു. അപ്പോൾ ഇനി സന്തോഷകരമായിട്ട് പിരിയുകയാണ് പള്ളിയിലേക്ക്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഇതിനു വേണ്ടി സഹായിച്ച എല്ലാവരെയും ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥ്യവും രക്ഷകനായ ഈശോയുടെ കൃപയും സമർത്ഥമായിട്ട് നമുക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നന്ദി. രാജാധിരാജൻ വാഴ.